ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഡ്രോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. DJI Mini 2 എന്ന ഡ്രോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ കൂടുതലായിട്ട് ഷോപ്പുകളിലൊന്നും വന്നിട്ടില്ല, നമ്മൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതാണ്. ഇതാണ് ആ ഡ്രോൺ, DJI Mini 2. നല്ല ഒരു പാക്കിങ്ങിലാണ് നമുക്ക് ഈ ഡ്രോൺ കിട്ടുന്നത്. കണ്ടില്ലേ, ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഡ്രോൺ. ഇനി ഈ ഡ്രോണിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ഇതൊരു കോംബോ പാക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ഇവിടെ വിശദമായി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴയുള്ള എയറിടെക് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. നല്ല ഒരു പാക്കിങ്ങിലാണ് അവർ നമുക്കിത് കൊറിയർ വഴി അയച്ചത്. അടിപൊളി ക്യാരി ബാഗിനകത്താണ് നമ്മുടെ ഡ്രോൺ വന്നിരിക്കുന്നത്. സിബ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കവറിങ് അവർ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വെള്ളം അകത്ത് കയറാത്ത വിധത്തിലാണ് ഇത് മോൾഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി സിബ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഡ്രോൺ ഇതിനകത്ത് ഇരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ സാധനം. നമ്മുടെ കൈക്കകത്ത് ഇതുപോലെ ഇരിക്കും. നമുക്കിത് നമ്മുടെ മൊബൈലുമായിട്ടൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ മൊബൈലിന്റെ അത്ര പോലും ഇല്ല. കണ്ടില്ലേ, അത്രയ്ക്ക് ചെറുതാണ് ഈ സാധനം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റിമോട്ട് കൺട്രോൾ ആണ്. ഇത് നമുക്ക് മൊബൈല് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾഡറാണ്. നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റിക്ക് അത് ഇവിടെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതിൻ്റെ ആക്സസറീസ് ആണ് ഈ പാക്കറ്റിൽ വരുന്നത്. ആക്സസറീസ് എന്താണെന്ന് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ തന്നെ ഒരു ഡാറ്റ കേബിൾ വരുന്നുണ്ട്, അത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ചാർജിങ്ങിന് വേണ്ടി ഒരു പ്ലഗ് വരുന്നുണ്ട്. പക്ഷേ പ്ലഗ് ഈ ടൈപ്പാണ്. നമ്മളിതിനൊരു അഡാപ്റ്റർ വാങ്ങിച്ച് ഇടേണ്ടി വരും. അഡീഷണൽ പ്രൊഫൈലറും അത് മാറ്റിയിടുന്നതിന് വേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവറും തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഈ ജോയ്സ്റ്റിക്ക് എവിടെയെങ്കിലും കളഞ്ഞു പോവുകയോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വല്ലതും വരണമെങ്കിൽ അതും 2 എണ്ണം അഡീഷണൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഹബ്ബാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി 2 ബാറ്ററി ഉണ്ട്. 3 ബാറ്ററി ഒരുമിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ബാറ്ററി ചാർജിങ് എന്ന് പറയുന്നത്, നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആദ്യം ഇരിക്കുന്ന ബാറ്ററി ചാർജ് ആയതിനു ശേഷം മാത്രമേ രണ്ടാമത്തെ ബാറ്ററി ചാർജ് ആവത്തുള്ളൂ. അതിനുശേഷം മാത്രമേ മൂന്നാമത്തെ ബാറ്ററി ചാർജ് ആവത്തുള്ളൂ. 3 ബാറ്ററിയും കൂടെ ഒരുമിച്ച് ഇതിനകത്ത് ചാർജ് ആവത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പെട്ടിക്കകത്ത് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഡ്രോൺ എന്ന് പറയുന്നത് 4K ആണ്. ഡ്രോണിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട് 4K ആണെന്നുള്ളത്. ഇനി ബാക്കി അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് അതിൻ്റെ ക്യാമറ സെറ്റിങ്സ് ഒന്ന് നോക്കാം. നമ്മൾ വീഡിയോസ് 4Kയിലാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 25 FPS, 30 FPS, 24 FPS ഇങ്ങനത്തെ ഓരോ ബിറ്റ് റേറ്റിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 2.7 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ, 2.7Kയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 25 FPS, 30 FPS, 48 FPS, 50 FPS, 60 FPS ഇങ്ങനെ വിവിധ തരം ഫ്രെയിം ബൈ സെക്കൻഡിൽ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 180 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 60 FPS വരെ നമുക്ക് ആ ബിറ്റ് റേറ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിൽ പനോരമിക് വ്യൂ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം ഇതിൽ കാണിക്കുന്നത് എയർക്രാഫ്റ്റ് നോട്ട് ഇൻ ഫ്ലൈറ്റ് അണേബിൾ ടു യൂസ് പനോറമ. അപ്പോൾ പനോരമിക് എടുക്കണമെങ്കിൽ എയർക്രാഫ്റ്റ് പൊങ്ങിയ ശേഷം മാത്രമേ നമുക്ക് പനോരമിക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ക്വിക്ക് ഷോട്ട് ഉണ്ട്. ക്വിക്ക് ഷോട്ടും അത് തന്നെയാണ്, അണേബിൾ ടു എൻ്റർ ക്വിക്ക് ഷോട്ട് മോഡ് വെൻ എയർക്രാഫ്റ്റ് നോട്ട് ഇൻ ഫ്ലൈറ്റ്. അപ്പം എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്വിക്ക് ഷോട്ടും എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞ ട്രാവലേഴ്സിന് പറ്റിയ ഒരു ഡ്രോൺ തന്നെയാണ് ഈ
DJI Mini 2 എന്ന് പറയുന്ന ഡ്രോൺ. പിന്നെ ഒരൊറ്റ പ്രശ്നമേ നമ്മുടെ ഈ ഡ്രോണിനുള്ളൂ. ഈ ഡ്രോൺ 500 മീറ്റർ വരെ ഉയരത്തിൽ നമുക്ക് പറത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ ഈ ഡ്രോൺ 15 മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ആപ്പിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇത് നാനോ വിഭാഗത്തിൽപ്പെട്ട ഡ്രോൺ ആയതുകൊണ്ട് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഈ ഡ്രോണ് 15 മീറ്റർ വരെ നമുക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ടോ, മാക്സിമം ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 15 മീറ്ററിൽ അത് ഹൈഡ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടോ നീക്കാൻ വേണ്ടി സാധിക്കത്തില്ല. ഇത് നാനോ വിഭാഗത്തിലുള്ള ഡ്രോൺ ആയതുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കുന്നത്. ഈ ഡ്രോൺ യഥാർത്ഥത്തിൽ 500 മീറ്റർ, മറ്റുള്ള രാജ്യങ്ങളിൽ പോയാൽ ചിലപ്പോൾ ഈ ഡ്രോൺ നമുക്ക് 500 മീറ്റർ ഹൈറ്റ് വരെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇന്ത്യയിൽ ഇത് 15 മീറ്റർ ഹൈറ്റ് വരെ മാത്രമേ ഇത് ഉയർത്താൻ വേണ്ടി സാധിക്കൂ. പിന്നെ ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ 31 മിനിറ്റ് വരെ അതിന് ഫ്ലൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ബാറ്ററിക്ക് ഉണ്ടായിരിക്കും. ഇത് വിൻഡ് റെസിസ്റ്റ് ആണ്. അപ്പം ഒരുവിധം വലിയ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നമൊന്നും വരത്തില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഞാൻ പറഞ്ഞു നോക്കിയാൽ എനിക്കറിയാവൂ. മൂന്നാമത്തത്, ഇതിന്റെ മാക്സിമം ട്രാൻസ്മിഷൻ റേഞ്ച് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. അതായത് 10 കിലോമീറ്റർ വരെ നമുക്ക് ഇതിനെ ഫ്ലൈ ചെയ്യിപ്പിക്കാം. മുകളിലോട്ടല്ല, നേരെ 10 കിലോമീറ്റർ വരെ നമുക്കിത് ഫ്ലൈ ചെയ്യിപ്പിക്കാം. മുകളിലോട്ടാണെങ്കിൽ 15 മീറ്റർ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം 10 കിലോമീറ്റർ ഇത് ഫ്ലൈ ചെയ്യിക്കുന്നു, പക്ഷെ 15 മീറ്റർ ഹൈറ്റിലേ പോകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. എന്തായാലും 10 കിലോമീറ്റർ വരെയൊന്നും ആരും ഫ്ലൈ ചെയ്യിപ്പിക്കത്തില്ല. അടുത്തത്, നമ്മുടെ ഈ ഡ്രോൺ നാനോ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോൺ ആയതുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് 249 ഗ്രാം വെയിറ്റ് ഇതിന് ഉള്ളൂ. 250 മുകളിലോട്ടാണെങ്കിൽ മാത്രം നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇതിന്റെ ഹൈറ്റ്, അതായത് പറക്കേണ്ട ഹൈറ്റ് നിശ്ചയിച്ച് 15 മീറ്റർ ആക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാനും ആദ്യമായിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഇതിനൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ പോരും. നമ്മുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ. നിങ്ങൾക്കും ഇതുപോലെ ഡ്രോണോ ക്യാമറയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എയർടെക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരെ പറ്റി അന്വേഷിച്ചു. അവരെ പറ്റി നല്ല അഭിപ്രായമാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തതും അവർ സാധനം പർച്ചേസ് ചെയ്തതും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം വരുന്നതായിരിക്കും. ബൈ.